ഹായ് മക്കളെ, ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ഹിസ്റ്ററി ചാപ്റ്റർ 3 മൂന്നാമത്തെ ചാപ്റ്റർ. വലിയ ചാപ്റ്റർ ഒന്നുമല്ല, ചെറിയ ചാപ്റ്ററാണ്. എന്നാൽ പോലും എന്താണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത? ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളുടെ മെയിൻ എക്സാമിനായാലും ഓണം എക്സാമിനായാലും ഈ ചാപ്റ്ററിലുള്ള എല്ലാ പോർഷൻസിൽ നിന്നും എപ്പോഴും ചോദിക്കാറുണ്ട്. എന്നാൽ ഇതിൽ നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ബാക്കി ചാപ്റ്ററിലെ പോലെ വലിച്ചു വരുമൊന്നും പഠിക്കാനില്ല. കറക്റ്റ് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഏത് ചാപ്റ്ററിൽ? 3rd ചാപ്റ്ററിൽ. അപ്പോൾ നമുക്ക് 3rd ചാപ്റ്ററിൽ എപ്പോഴും ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഓക്കെ, നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? മൂന്നാമത്തെ ചാപ്റ്റർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊതുഭരണം എന്നാണ്. സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല, എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? ഒരു വീട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, പൊതു വീടാ, പബ്ലിക് എന്നുള്ള വീടാ. അഡ്മിനിസ്ട്രേഷൻ ഭരണം. ഇത് ഭരണമാണ്, പബ്ലിക്കിൻ്റെ ഭരണമാണ്. അങ്ങനെയാണെങ്കിൽ പബ്ലിക്കിനെ ഭരിക്കുന്ന ആരാണ്? ഗവൺമെൻറ് ആണ്. അങ്ങനെയാണെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് പൊതുഭരണം? പൊതുഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭരണമാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനാണ്. ഓക്കെ ആണോ? ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഗവൺമെൻറ്റിൻ്റെ ഭരണം എന്നൊക്കെ സാറ് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ഈ ചാപ്റ്ററിൽ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? പൊതുഭരണം എന്നാൽ എന്ത്? അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല, വായിച്ചോളൂ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ effective utilization of men and materials for the implementation of existing laws, governmental policies, programs, governmental projects. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളെയും മനുഷ്യവിഭവത്തെയും ഫലപ്രദമായി യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊതുഭരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സാറേ ഈ ഡെഫിനിഷൻ വായിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷേ എന്നാലും ചെറിയ ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണ്ട, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭരണമെന്ന് സാറ് പറഞ്ഞല്ലോ, 2 സ്ഥാപനങ്ങളുടെ ഫോട്ടോ സാറ് കാണിച്ചിരുന്നു. കൃഷിഭവൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടാണ്. പോലീസ് സ്റ്റേഷൻ അല്ലേ? ഇതെല്ലാം നമുക്ക് പോലീസ് സ്റ്റേഷൻ എടുക്കാം. ഇതെല്ലാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്, പൊതുഭരണത്തിൻ്റെ ഭാഗമാണ്. വില്ലേജ് ഓഫീസ് വരാം, ഒരുപാട് കാര്യങ്ങൾ വരാം. അപ്പോൾ സാർ ആദ്യം പോലീസ് സ്റ്റേഷൻ എടുക്കാം. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു സിനിമ എടുക്കാം. എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മളുടെ ആക്ഷൻ ഹീറോ ബിജുല നിവിൻ പോളിയും ആ ഒരു സീനാണ്. ജസ്റ്റ് ആ സീനൊന്നും ഞാൻ നിങ്ങൾക്കൊന്ന് വേണ്ടി കാണിക്കാം. നോക്കാം. നമ്മളുടെ നിവിൻ പോളി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിവിൻ പോളി ആ സിനിമയിൽ ഒരാളെ നേരെയാക്കാനായിട്ട് കരിക്ക് ഉപയോഗിച്ച് പുറത്തടിക്കുന്ന സീൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. ഓർമ്മയുണ്ട്. ഓക്കെ, നോക്കാം. അതിന് നിവിൻ പോളി വന്നേക്കണ്ട. നിവിൻ പോളിനെ നമ്മൾ എന്തായിട്ട് കൂട്ടിയത്? മെൻ അല്ലേ? ഒരു മനുഷ്യവിഭവം, അതാണ് നിവിൻ പോളി അല്ലേ? അദ്ദേഹം കള്ളൻ്റെ പുറത്ത് കരിക്ക് വെച്ച് അടിക്കുന്ന സീൻ എല്ലാവരും ഓർക്കുന്നുണ്ട്. അതാണ് മെറ്റീരിയൽ. എന്തിനാണ് പുള്ളി ഇത് ചെയ്തത്? നിയമം നടപ്പിലാക്കാനാണ് അല്ലേ? അപ്പോൾ ഗവൺമെൻറ് മനുഷ്യനെയും അതേപോലെ തന്നെ ഒരു മെറ്റീരിയലിനെ ഉപയോഗിച്ച് എന്ത് നടപ്പിലാക്കിയിരിക്കുകയാണ്? നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ്. അതിനെ വിളിച്ച പേരാണെന്ത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം. ഓക്കെ, നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടു നോക്കാം എല്ലാവർക്കും വേണ്ടി. നോക്കാം, എന്തായിരുന്നു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ കൃത്യമായിട്ട്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഉപയോഗിക്കുകയാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിവിൻ പോളി ആരായിരുന്നു? ഇവിടെ കാണാമല്ലോ. യെസ്, മെൻ എന്ന് പറഞ്ഞാൽ മനുഷ്യവിഭവം. മെറ്റീരിയൽ, കരിക്കിന് പകരം മെറ്റീരിയൽ, ഭൗതിക സാഹചര്യങ്ങൾ. ഇതുപയോഗിച്ച് എന്ത് നടപ്പിലാക്കിയാണ്? ഇംപ്ലിമെന്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോ, നിയമം നടപ്പിലാക്കുന്നു. പിന്നെ ഗവൺമെൻറ് പോളിസീസ് നടപ്പിലാക്കുന്നു. ഇതിനെ വിളിച്ച പേരാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം. സെറ്റാണല്ല? മനസ്സിലായല്ല? ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ എപ്പോഴും 4 മാർക്കിനോ 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണത്തിൻ്റെ പ്രാധാന്യങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്തിനു വേണ്ടിയാണ്? അതാണ് ക്വസ്റ്റ്യൻ. 4 പോയിന്റാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഒരു 4 പോയിന്റ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഫോർമുലേറ്റ് ഗവൺമെന്റൽ പോളിസീസ്. ഗവൺമെന്റിന്റെ പോളിസീസ് ഇതൊന്ന് നോക്കാം. ഗവൺമെന്റ് നയങ്ങൾ നടപ്പിലാക്കുക. ഓക്കെ. രണ്ടാമത്തതാണ് എന്ത്? എൻഷുവർ വെൽഫെയർ. എൻഷുവർ എന്ന് പറഞ്ഞാൽ ഉറപ്പാക്കുക, ജനങ്ങളുടെ വെൽഫെയർ, ക്ഷേമം ഉറപ്പാക്കുക. ഓക്കെ. അടുത്തൊരു പോയിന്റ് പറയുന്നത് ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ഫോർ പബ്ലിക് ഇഷ്യൂസ്. എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ, പബ്ലിക്കിന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുക. പിന്നൊരു കാര്യം പറയുന്നത് എന്താണ്? പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കി. ഗവൺമെന്റിന്റെ പോളിസീസ്, ഗവൺമെന്റ് നയങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് രൂപം നൽകുക. എൻഷുർ വെൽഫെയർ എന്ന് പറയുന്നതാണ് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക. ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. പിന്നെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഗുഡ്സും സർവീസസും എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക, നൽകുക. ഇതാണ് ഇത് പഠിക്കാനായിട്ട് ഞാൻ ക്ലാസ് എടുത്തപ്പോഴും നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്രേ ഉള്ളൂ. ഞാൻ അത് പഠിക്കാൻ സിമ്പിളായിട്ട് നമുക്ക് നമ്മളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് പഠിക്കാം. എങ്ങനെ പഠിക്കാം നോക്കിക്കോളൂ എല്ലാവരും. നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടാവും? ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവുന്ന ആരാണ്? നമ്മളുടെ അച്ഛന്മാരാണല്ലേ. അച്ഛൻ ഇങ്ങനെ വന്നു ചുചും. പിന്നെ ആരുണ്ടാവും? നമുക്ക് അമ്മ ഉണ്ടാവും അല്ലേ ഫാമിലിയിൽ. യെസ്, അമ്മയ്ക്ക് നിങ്ങൾ മുടിയെ കൊടുക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നന്നായിട്ട് ഞാൻ പടം വരയ്ക്കുന്നതുകൊണ്ട്. ഓക്കെ. വീട്ടിൽ പ്രധാനമായിട്ടും നമ്മുടെ വീട് എങ്ങനെയായിരിക്കണം? ഓക്കെ. വീട്ടിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്, ഇന്ന സമയത്ത് കൃത്യമായി വീട്ടിലെത്തിക്കൊള്ളണം, അതൊക്കെ അങ്ങനെയുള്ള നയങ്ങൾ, വീട്ടിലെ നയങ്ങളെ നമ്മൾ പറയാ പോളിസീസ് എന്നാണ്. എന്താണ്? പോളിസീസ്. ആ പോളിസി അച്ഛനുമായി ബന്ധപ്പെട്ട് പോളിസി എന്ന് മനസ്സിലാക്കാം. നയങ്ങൾ നമ്മളെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആരാണ്? അമ്മയാണ് അല്ലേ. നമുക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഡ്രസ്സ് അയൺ ചെയ്ത് തരുന്നു, ബാഗിൽ ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നു, അതെല്ലാം ചെയ്യും. നമ്മുടെ നല്ലതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ നല്ലതിന് വേണ്ടി അല്ലേ. നമ്മുടെ ക്ഷേമപ്രവർത്തനം ചെയ്യുന്നവരാണ് അമ്മയാണ്, വെൽഫെയർ അമ്മയാണ്. ഓക്കെ. പിന്നെ ഇവർ രണ്ടുപേരും കൂടി നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് പരിഹാരം കണ്ടെത്തി തരും, സൊല്യൂഷൻ തരും അല്ലേ. പിന്നെ ഇവർ നമുക്ക് എന്ത് തരും? ഭക്ഷണ സാധനങ്ങളും ബാഗും ബുക്കും അങ്ങനെയുള്ള സാധനങ്ങൾ, ഗുഡ്സും സർവീസസും എല്ലാം തരുകയും ചെയ്യും. സെറ്റല്ലേ? അപ്പോൾ ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ട് പഠിക്കാം. എങ്ങനെ പഠിക്കാം നോക്കൂ എല്ലാവരും. പോളിസീസ് അച്ഛൻ അല്ലേ, വീട്ടിലെ നയങ്ങൾ ഉപയോഗിക്കുന്ന അച്ഛനാണ്. നമ്മുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അമ്മ, വെൽഫെയർ അല്ലേ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ തരുന്നു, നമുക്ക് ഫുഡും പിന്നെ ബാക്കി സർവീസസും തരുന്നു. പഠിച്ചില്ലേ? സെറ്റല്ലേ? അടിപൊളിയല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്താണ് അത് പഠിച്ചു. ഇനി നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ജോലി ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇപ്പം IPS ആരായിക്കോട്ടെ, IAS ആയിക്കോട്ടെ, അവരെല്ലാം നമ്മൾ വിളിക്കുന്ന പേര് ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്നാണ് വിളിക്കുക. അപ്പം എന്താണ് ബ്യൂറോക്രസി? പബ്ലിക് അഡ്മിനിസ്ട്രേഷന് കീഴിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് നമുക്ക് എന്ത് വിളിക്കാം? ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് വിളിക്കാം. അപ്പം അതിൽ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റാണ് എന്ത്? ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ. ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത് വരുന്നത് പ്രധാനമായിട്ടും ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ ആണ്. മലയാളം പറയാം ശ്രേണീപരമായ സംഘാടനം. എന്താണ്? ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ശ്രേണീപരമായ സംഘാടനം. ഒന്ന് വായിച്ചേ. 1 employee at the top, the number increases when it reaches bottom level. ഒരു എംപ്ലോയി ടോപ്പിലും താഴേക്ക് വരുന്തോറും എണ്ണം കൂടിക്കൂടി വരുന്നൊരു രീതിയാണ് എന്തിലുള്ളത്? ഈ ഹയറാർക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രേണീപരം എന്ന് ഉദ്ദേശിച്ചാൽ ഒരാൾ മുകളിലും താഴേക്ക് വരുന്ന ഒരു എണ്ണം കൂടി വരുന്നു. അതായത് ഇങ്ങനെ നോക്കി, 1 employee at the top, താഴേക്ക് വന്നപ്പോൾ എന്തായത്? 2ആയി. വീണ്ടും താഴേക്ക് പോകുമ്പോൾ വീണ്ടും കൂടിക്കൂടി വരുന്നു. മനസ്സിലായില്ലേ? സെറ്റല്ലേ? ഈ പോയിന്റ് സെറ്റല്ലേ? ഒരു എംപ്ലോയി മുകളിൽ താഴേക്ക് വരുന്നതോടും എണ്ണം കൂടി വരുന്നു. അതാണ് ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ. ഓക്കെ ആണോ? യെസ്, ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അടിപൊളി. അപ്പോൾ ഞാനിതിൽ 2 കാര്യങ്ങൾ മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയാണ്. വേറൊന്നുമല്ല,
ഇതിൽ ഹയറാർക്കിയുടെ എച്ച് എടുത്തു, ഓർഗനൈസേഷൻ്റെ ഒ എടുത്തു. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. യെസ്. ഇനി അടുത്ത ഫീച്ചർ നോക്കാം. 5 ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ ആണ്. ഇനി രണ്ടാമത്തത് പെർമനൻസ്. എന്താണ് ഈ പെർമനൻസ് എന്ന് പറഞ്ഞാൽ? സ്ഥിരത. നിങ്ങളെല്ലാവരും ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ അതേ കാര്യം, കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ സിനിമ ഉണ്ടല്ലേ, അതിലിങ്ങനെ നമ്മുടെ നായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ സൈക്കിളിൽ പാലത്തൂടി പോകുമ്പോൾ നമ്മുടെ ആ ചേച്ചിയുടെ ആ ഒരു ആക്ട്രസിൻ്റെ പേര് പൗളി പൗളി ചേച്ചി എന്നാണ് തോന്നുന്നു, അവരൊന്ന് പറയുന്നുണ്ട്, ഹൃതിക് റോഷൻ വന്നാലും ഷാരൂഖ് ഖാൻ വന്നാലും ഞാൻ കെട്ടിച്ചു കൊടുക്കൂല, എൻ്റെ മോൾക്ക് കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ ആ ചെക്കന് സർക്കാർ ഉദ്യോഗം വേണം. സർക്കാർ ഉദ്യോഗം എന്താ പ്രത്യേകത? ആ പ്രത്യേകത മക്കളെ പെർമനൻസ്. എന്താ പെർമനൻസ്? ദ പേഴ്സൺസ് അപ്പോയിൻറ്റഡ് വിൽ കണ്ടിന്യൂ ഇൻ സർവീസ് ടിൽ ദ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ്. വിരമിക്കുന്ന പ്രായം വരെ, റിട്ടയർമെൻ്റ് ആവുന്ന പ്രായം വരെ അവർക്ക് ആ ജോലി എന്തായിരിക്കുള്ളൂ? സ്ഥിരമായിരിക്കുള്ളൂ. നേരെ മറിച്ച് നിങ്ങളൊരു മിനിസ്റ്റർ എടുത്തു നോക്ക്. ഇപ്പം നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ, 5 വർഷം കഴിഞ്ഞയാൾ മാറണം, ഇലക്ഷനിൽ ജയിച്ചാൽ മാത്രമേ പുള്ളിക്ക് വീണ്ടും വരാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നിങ്ങളവിടുത്തെ ഓഫീസർമാർ അങ്ങനെയാണോ? അവർ ചിലപ്പോൾ ട്രാൻസ്ഫർ കിട്ടുന്നുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ക്രൈമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്രൈമോ അഴിമതിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സസ്പെൻഷനോ ചിലപ്പോൾ ഡിസ്മിസിൽ കിട്ടുന്നുണ്ടാവും. പക്ഷേ അതൊരു കോൺസ്റ്റന്റ് സ്ഥിരമായിട്ട് സംഭവിക്കുന്നതല്ല. സാധാരണഗതിയിൽ എന്താണ്? റിട്ടയർഡ് ആവുന്ന പ്രായം വരെ എന്താണ്? ജോലി ചെയ്യണം. ഓക്കെ ആണോ? യെസ്. അപ്പോൾ പെർമനൻസിൽ നിന്ന് സാറ് ഒരു PE എടുക്കേണ്ട. അപ്പോൾ ഹയറാർക്കിയൽ ഓർഗനൈസേഷനിൽ നിന്നും എച്ച് മോയും പെർമനൻസിൽ നിന്ന് പിയും ഇയും എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രത്യേകത നോക്കാം. അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. പെർമനൻസിൻ്റെ മലയാളം സ്ഥിരത എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ യോഗ്യത എന്താണോ ക്വാളിഫിക്കേഷൻ അത് അടിസ്ഥാനമാക്കിയുള്ള നിയമനം. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ, അതിന് തക്കതായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നോക്കി, എംപ്ലോയീസ് ആർ റിക്രൂട്ടഡ് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാളെ സെലക്ട് ചെയ്യുക, അപ്പോയിൻറ്റ് ചെയ്യുക, അയാളെ നിയമിക്കുക. ഇത് രണ്ടും എന്തിനാ ബേസ് ചെയ്തിരിക്കുന്നു? അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു. ഹയറാർക്കിയൽ ഓർഗനൈസേഷനിൽ നിന്ന് എച്ച് മോയും പെർമനൻസിൽ നിന്ന് പിയും ഇയും അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷനിൽ നിന്ന് എന്തെടുത്തു? നമ്മൾ ക്വാളിഫിക്കേഷനും കൂടി എടുത്തു. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് അപ്പം 3 പ്രത്യേകതകൾ കഴിഞ്ഞു. ഇനി 2 കൂടി വരും. അതാണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റിയും അതേപോലെ തന്നെ പ്രൊഫഷണലിസവും. പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി അങ്ങനെ കേൾക്കുമ്പോൾ സാറേ ഒരു സുഖമില്ലല്ല. രാഷ്ട്രീയ നിഷ്പക്ഷതാന്നും കൂടി ആയാലോ? രസമായി. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. ഞാൻ ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമ്മളെല്ലാവരും ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടൊക്കെ ക്ലാസ് കാണുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഓൺലൈനായിട്ടായിരുന്നെങ്കിൽ നമ്മുടെ അൺമ്യൂട്ട് ചെയ്യാൻ പറയുമ്പോൾ സാറിന് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം വിളിച്ചുകൊണ്ടിരിക്കുക. ഓഫ്ലൈനായിട്ടാണെങ്കിൽ സാറ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സാറിന് താല്പര്യമുള്ളവരെ മാത്രമാണ്. അത് ശരിയാണോ? അല്ല. എല്ലാവരോടും ഈക്വലായിട്ട് സാറ് പെരുമാറണം. അതിനെയാണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുക. പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി പക്ഷേ ക്ലാസ് ടീച്ചറെ ബേസ് ചെയ്തുള്ള പറയുന്നത് ബ്യൂറോക്രാറ്റിനെ ബേസ് ചെയ്താണ്. ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ എപ്പോഴും ന്യൂട്രലായിരിക്കണം. ഇപ്പോൾ വായിച്ചു നോക്കിയ എല്ലാവരും, ബ്യൂറോക്രാറ്റ്സ് ആർ ലയബിൾ ടു ഇംപ്ലിമെന്റ് ദ പോളിസീസ് ഓഫ് വിച്ച് എവർ പാർട്ടി കെയിംസ് ടു പവർ. ഏത് പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിൽ വന്നാലും അവരുടെ നയങ്ങൾ, പോളിസീസ് നടപ്പിലാക്കാൻ ലയബിൾ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട, ബാധ്യസ്ഥനാണ് ആര്? ബ്യൂറോക്രാറ്റ്. അങ്ങനെ നടപ്പിലാക്കുമ്പോൾ അവരുടെ പാർട്ടിയുടെ ഇൻട്രസ്റ്റ് ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. ബ്യൂറോക്രാറ്റ് എങ്ങനെ പെരുമാറണം? ദേ ഷുഡ് ആക്ട് ന്യൂട്രലി. അവർ നിഷ്പക്ഷരായിരിക്കണം. ഇപ്പം പറയുകയാണെങ്കിൽ നമുക്കിത് ഇവിടെ ആരൊക്കെയുണ്ട്? LDF ഉണ്ട്, UDF ഉണ്ടല്ലേ. ഓക്കെ, LDF ഭരിക്കുമ്പോൾ ഇടതുപക്ഷവും പിടിക്കാൻ പാടില്ല, UDF ഭരിക്കുമ്പോൾ യുഡിപക്ഷമല്ല വലതുപക്ഷവും പിടിക്കാൻ പാടില്ല. എന്തായിരിക്കണം? അവർ ബ്യൂറോക്രാറ്റ്സ് എങ്ങനെയായിരിക്കണം? അവർ ന്യൂട്രലായിരിക്കണം. അവർ ജനങ്ങൾക്ക് വേണ്ടി എന്താണോ വേണ്ടത് വേണ്ടവർക്ക് വേണ്ടി ചെയ്യുക. ന്യൂട്രലായിരിക്കണം, അവർ നിഷ്പക്ഷരായിരിക്കണം എന്നാണ് എന്ത് പറയുന്നത്? പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി പറയുന്നത്.
പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റിയിൽ നമ്മൾ പൊളി എടുക്കേണ്ട പൊളി. യെസ്. ലാസ്റ്റ് പ്രൊഫഷണലിസമാണ്, വൈദഗ്ധ്യം എന്ന് പറയാം. വൈദഗ്ധ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. നിങ്ങൾക്ക് പോലീസ് ആവണമെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ മാത്രം പോരാ. ആ പോലീസ് ആവണമെങ്കിൽ ഫിസിക്കലി നിങ്ങൾ അതിൽ സ്കിൽഡ് ആയിരിക്കണം. നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ സ്കിൽഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യുള്ളൂ. എവറി ഗവൺമെൻറ് എംപ്ലോയി ഷുഡ് മസ്റ്റ് ബി സ്കിൽഡ്, വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. ഓക്കെ ആണോ? അപ്പോൾ ഇതിൽ നിന്ന് പ്രൊഫഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പഠിക്കാം? 5 പോയിന്റ്. ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ നമ്മൾ എന്തെടുത്തു? HO എടുത്തു. പൊളിറ്റിക്കൽ പെർമനൻസിൽ നിന്ന്, സ്ഥിരതയിൽ നിന്ന് PE എടുത്തു. അപ്പോയിൻമെന്റ് ഓൺ ദ ബേസ് ഓഫ് ക്വാളിഫിക്കേഷനിൽ നിന്ന് എന്തെടുത്തു? ക്വാളിഫിക്കേഷൻ എടുത്തു. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ, HOPE, ഹോപ്പ്. ഹോപ്പ് ഉണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എങ്ങനെയുള്ളത്? പൊളിയായിട്ടുള്ള പ്രൊഫഷൻ കിട്ടും. സെറ്റാണോ? യെസ്. പഠിച്ചില്ലേ? അടിപൊളി. ഇനി ഈ വീഡിയോയിലെ ലാസ്റ്റ് ഭാഗം ഇന്ത്യൻ സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ. ഇന്ത്യൻ സിവിൽ സർവീസ് നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഓൾ ഇന്ത്യ സർവീസ്, അഖില ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, കേന്ദ്ര സർവീസ്, സ്റ്റേറ്റ് സർവീസ്. മൂന്നാമത്താണ് സ്റ്റേറ്റ് സർവീസ് അല്ലെങ്കിൽ സംസ്ഥാന സർവീസ്. അങ്ങനെ 3ആയിട്ട് ഇന്ത്യൻ സിവിൽ സർവീസ് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പഠിക്കാം ഓൾ ഇന്ത്യ സർവീസ്. ശ്രദ്ധിക്കുക, ഏതാണ് പറഞ്ഞത് സാറ്? ഓൾ ഇന്ത്യ സർവീസ്. ഇതിലെ ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുക, റിക്രൂട്ട്സ് നാഷണൽ ലെവൽ, ദേശീയ തലത്തിലാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഓഫീസിലും സ്റ്റേറ്റ് സർവീസിലും എന്ത് ചെയ്യും? അപ്പോയിന്റ് ചെയ്യും. എക്സാമ്പിള് IAS-ഉം IPS-ഉമാണ്. ഓക്കെ, ഇത് നോക്കി നിങ്ങളെല്ലാവരും. നമ്മളുടെ എന്താണ് ഈ നാഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ? ഇത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അപ്പോയിന്റ് ചെയ്യാം, ഏത് സംസ്ഥാനത്ത് വേണമെങ്കിലും. ഡൽഹി കേന്ദ്രീകരിച്ചോ എവിടെയെല്ലാം അപ്പോയിന്റ് ചെയ്യാം. സ്റ്റേറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഓൾ ഇന്ത്യ സർവീസിലുള്ള ആൾ ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലും ചിലപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കീഴിലും മാറി മാറി ജോലി ചെയ്യേണ്ടി വരാം. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാണ് എന്ത് പറയുന്നത്. അങ്ങനെയാണ് ഓൾ ഇന്ത്യ സർവീസ്. ഓക്കെ, IPS-ഉം IAS-ഉമാണ് അതിൻ്റെ എക്സാമ്പിൾ. ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഇതിലേക്കുള്ള എന്താണ് കാൻഡിഡേറ്റ്സിനെയൊക്കെ റിക്രൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യുന്നത് നമ്മളുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC ആണ്. ഓക്കെ അല്ലേ? യെസ്. നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ അതേ ഓൾ ഇന്ത്യ സർവീസ് തന്നെ മലയാളം അഖിലേന്ത്യാ സർവീസ്, നാഷണൽ ദേശീയ തലത്തിൽ, കേന്ദ്ര സർവീസിലും ഉണ്ടാവും, സംസ്ഥാന സർവീസിലും ഉണ്ടാവും. ഓക്കെ, എക്സാമ്പിള് IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ്. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നുമില്ല. ആരാണ് സെലക്ട് ചെയ്യുന്നത്? UPSC ആണ്. ഓക്കെ, യെസ്. അത് വന്നു എന്താ? സെൻട്രൽ കേന്ദ്ര സർവീസ്. ഇതും നാഷണൽ ലെവലിലാണ്. അപ്പോൾ ആദ്യത്തെ രണ്ടും നാഷണൽ ലെവലാണ്, ദേശീയ തലത്തിലാണ്. ഓൾ ഇന്ത്യ സർവീസും സെൻട്രൽ സർവീസും. സ്റ്റേറ്റ് സർവീസ് ആണെങ്കിലോ സ്റ്റേറ്റ് ലെവലിലാണ് റിക്രൂട്ട് ചെയ്യുക. ഇത് അപ്പോയിന്റ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിലാണ്, ഇതാണെങ്കിലോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലാണ്. ഇതാണ് വ്യത്യാസം വരുന്നത്. എക്സാമ്പിൾ പഠിക്കുക, ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും. ഓക്കെ, ഇതിൻ്റെ ആണെങ്കിൽ സ്റ്റേറ്റ് സർവീസിലാണെങ്കിൽ സെയിൽസ് ടാക്സ് ഓഫീസർ. നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം പറഞ്ഞ ഓൾ ഇന്ത്യ സർവീസിൽ, അതായത് നമ്മളുടെ അഖില ഇന്ത്യ സർവീസ്, അതേപോലെ തന്നെ സെൻട്രൽ സർവീസ്, ഇതിൽ രണ്ടിലേക്കുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് UPSC ആണ്. UPSCയുടെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആണ്. ഈ പറഞ്ഞ സ്റ്റേറ്റ് സർവീസിലേക്കുള്ളതാണെങ്കിലോ, സ്റ്റേറ്റ് സർവീസിലേക്കുള്ളതാണെങ്കിൽ PSC ആണ്. UPSC അല്ല, PSC അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ചെയർമാനാ? ഗവർണറാണ്. ആരാണ്? ഗവർണറാണ്. അതിൻ്റെ മലയാളം നോക്കിയേക്കാം. നമുക്ക് കേന്ദ്ര സർവീസും ഉണ്ട്, സംസ്ഥാന സർവീസും ഉണ്ട്. കേന്ദ്ര സർവീസിലാണെങ്കിൽ ദേശീയ തലത്തിൽ, സംസ്ഥാന സർവീസിലാണെങ്കിൽ സംസ്ഥാന തലത്തിൽ. ഇതാണ് വ്യത്യാസം. ഓക്കെ, കേന്ദ്ര ഗവൺമെൻറ് കീഴിലായിരിക്കും അപ്പോയിന്റ് ചെയ്യുക, സംസ്ഥാന സർവീസിലാണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് കീഴിലായിരിക്കുള്ളൂ. എക്സാമ്പിളുകൾ നോക്കിയേക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തമ്പ് കാണിക്കുക എല്ലാവരും.
യെസ്, പെട്ടെന്ന് ഓൺലൈൻ ക്ലാസ്സിൻ്റെ മൂടായി പോയി, അങ്ങനെ പറഞ്ഞാണ്ടാ. നല്ല രീതിയിൽ മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക, എന്തായാലും ക്ലാരിറ്റി വന്നോളും. ഓക്കെ.